ശ്രീ റെൻസിം ഇസ്മായിൽ, കുറുപ്പിനെ ഒരു മാസത്തോളം കണ്ട വ്യക്തിയാണ് താങ്കൾ, അങ്ങനെയാണ് താങ്കൾ പറയുന്നത്. ഏത് സമയത്താണ് താങ്കൾ സുകുമാരക്കുറുപ്പിനെ കണ്ടത്? ആ കണ്ടത് സുകുമാരക്കുറുപ്പാണ് എന്ന് അന്ന് താങ്കൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? അത് കേരള പോലീസിനെ അറിയിച്ചിരുന്നു? അതിലെന്തെങ്കിലും തുടർ നടപടി ഉണ്ടായിരുന്നോ? ഹലോ, 2007 കാലഘട്ടത്തിലാണ് സുകുമാരക്കുറുപ്പിനെ ഗുജറാത്തിലെ ഈഡർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് യാദൃച്ഛികമായിട്ട് കണ്ടത്. കാണുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു സന്ദർഭത്തിലാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഡെയിലി ചായ കുടിക്കാൻ പോകുന്ന ഒരു ടീ ഷോപ്പുണ്ട്, അതിൻ്റെ മുന്നിലൊരു ആശ്രമമുണ്ട്. അങ്ങനെ ഞാൻ വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ പോയ സന്ദർഭത്തിൽ എൻ്റെ ഒരു സ്ട്രെയിറ്റ് റോഡാണ്, ചില 400 മീറ്ററോളം ദൂരെ നിന്ന് തന്നെ ആ ചായക്കടയുടെ മുന്നിലൊരു സന്യാസി നിൽക്കുന്നതായിട്ട് കണ്ടു. ഒറ്റ നടത്തിൽ തന്നെ അദ്ദേഹം ഉടുത്തിരിക്കുന്ന മുണ്ടുടുത്തിരിക്കുന്ന രീതി കണ്ടപ്പോൾ തന്നെ മലയാളിയാണോ എന്നൊരു സംശയം എനിക്ക് തോന്നി. കാരണം അവിടെ ചെല്ലുമ്പോൾ പുള്ളിയെടുത്ത് ചോദിക്കണമെന്നുള്ളൊരു ചിന്തയോടു കൂടിയാണ് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആശ്രമത്തിലേക്ക് പോയി. അതിന് മുമ്പ് ആ പോകുന്ന വഴിക്ക് തന്നെ ശ്രദ്ധിച്ച് അവിടെ കുറച്ച് ആളുകൾ ഇതിനെ കൂടിയിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ സന്യാസി എന്താ അവരോട് പറയുന്നു, അവരെല്ലാം പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകുന്നു. അത് ചെറുതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ വന്നു. അങ്ങനെ ആ ചായക്കടക്കാരനോട് ചോദിച്ചു, ഇവിടെ ഇന്ന് സന്യാസി ഞങ്ങളുടെ നാട്ടുകാരാണെന്ന് തോന്നുമല്ലോ. അതിനെ പെട്ടെന്ന് ചായക്കടക്കാരൻ പറഞ്ഞു, അദ്ദേഹത്തോട് സംസാരിക്കാനൊന്നും നിൽക്കേണ്ട, അദ്ദേഹം ഭയങ്കര ഗൗരവക്കാരനാണ് എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം കാര്യം ചോദിച്ചു, എന്തുവാ? അന്നേരം ഇവിടെ കൂടി ഈ ചായക്കടയോട് ചേർന്നതിന് ഒരു ടൈൽ ഫാക്ടറിയാണ്. അവിടുത്തെ കുറച്ച് തൊഴിലാളികളാണ് അവിടെ ചായ കുടിക്കാൻ ചെന്നത്. അവർ ചോദിച്ചു, സ്വാമിയുടെ പേരെന്തുവാണ്? അതിന് അദ്ദേഹം ചോദിച്ചു, സന്യാസിയുടെ പേരൊക്കെ ചോദിക്കാൻ മാത്രം നിങ്ങൾ വളർന്നോ? നിങ്ങളിപ്പോൾ ശരിയാക്കി കളയെന്ന് പറഞ്ഞ് അദ്ദേഹം എന്തോ മദറൊക്കെ ചൊല്ലി മണ്ണൊക്കെ എടുത്തപ്പോൾ ഇവർ ഓടിപ്പോയി. അതാണ് ഈ ചായക്കടക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനന്നേരം തന്നെ ആലോചിച്ചു, ഒരു പേര് ചോദിച്ചതിന് എന്തിനെ ഇത്ര ദേഷ്യപ്പെടുന്നതാണ്. അപ്പോൾ എനിക്ക് പോയി ചോദിക്കണമുണ്ട്. അതിൻ്റെ ചായക്കടക്കാരൻ എന്നെ വിലക്കുകയാണ്, നമ്മളുമായിട്ടുള്ള സൗഹൃദമുള്ള ആളാണ്. ഞാൻ തിരിച്ച് ഞാൻ നോക്കിയപ്പോൾ അവിടെ ആശ്രമത്തിൻ്റെ വെളിയിൽ ഒരു കട്ടിലിങ്ങനെ ഇരിപ്പുണ്ട്. അത് വളരെ ദേഷ്യപ്പെട്ട് തന്നെ ഇരിക്കുന്നത്. അത് ഞാൻ തിരിച്ച് ഞാൻ താമസിച്ച സ്ഥലത്ത് പോയി. പിന്നെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മലയാളികൾ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഈ ആശ്രമത്തിലൊരു സന്യാസി വന്നിട്ടുണ്ട്, മലയാളി സന്യാസി വന്നിട്ടുണ്ട്. അവർ പോയ കൂട്ടത്തിൽ എന്നെ വിളിച്ചോണ്ട് പോയി. അങ്ങനെയാണ് ആദ്യമായിട്ട് പോയി. അന്നേരം ഈ ആശ്രമത്തിന് വെളിയിലൊരു കട്ടിലിൽ പുള്ളി ഇരിക്കുക. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ഈ കാര്യം ചായക്കടക്കാരൻ പറഞ്ഞ കാര്യം ചോദിച്ചു. ഇങ്ങനെ ചായക്കടക്കാരൻ പറഞ്ഞല്ലോ പേര് ചോദിച്ചതിനിങ്ങനെ ചൂടായെന്നും ഇങ്ങനെ ആൾക്കാരെ വരട്ടിയ കാര്യമൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇവറ്റകളൊക്കെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയാലേ പറ്റത്തുള്ളൂ. എന്നാൽ അത്രയും കുറച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം പോവുകയും ചെയ്തു. കാരണം ഇതിൻ്റെ നമുക്ക് തൃപ്തികരമായിട്ടൊരു മറുപടി അല്ല പുള്ളിയുടെ നിന്ന് കിട്ടിയത്. ഒരു പേര് ചോദിച്ചതിന് മാത്രം. സംസാരിക്കുന്ന സമയത്ത് താങ്കൾക്ക് സുകുമാരക്കുറുപ്പാണെന്നൊരു സംശയം തോന്നിയിരുന്നോ? മുഖസാമ്യം അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ? അതിലേക്കാണ് വരുന്നത് ഞാൻ. പിന്നെ 1-2 ദിവസം ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി. അതിന് ശേഷം ഈ സന്യാസി ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു, സംസാരിച്ചു. അന്നേരം പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അന്നേരം പറഞ്ഞു, അങ്ങനെ ഞാൻ സന്യാസി ആയതുകൊണ്ട് പേരും കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. കുറേ നേരം സംസാരിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, ആശ്രമത്തിലേക്ക് വരണം. അങ്ങനെ ഞാൻ വൈകിട്ട് ആശ്രമത്തിലേക്ക് പോയി. ആശ്രമത്തിൽ പോയപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി തുറന്നിട്ട് അദ്ദേഹം ഒരു ലെറ്റർ എടുത്ത് എന്നെ കാണിച്ചു. ആ ലെറ്റർ ഒരു നാഗപ്പൂരിലുള്ളൊരു മലയാളി അസോസിയേഷൻ കൊടുത്താണ്. അങ്ങനെ അവിടെ ഈ സന്യാസി അവിടെ ഉണ്ടായിരുന്നെന്നും അതിൽ 10 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ യോഗങ്ങളിലൊക്കെ പങ്കെടുത്ത് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞൊരു കത്താണ്. ആ കത്തിലുണ്ടായിരുന്ന നമ്പറിൽ, പ്രസിഡൻ്റ് നമ്പറിൽ ഇദ്ദേഹം എൻ്റെ ഫോണിൽ നിന്നാണോ ആശ്രമത്തിലെ ഫോണിൽ നിന്ന് വിളിക്കുകയും ചെയ്തു. അത് വിളിച്ച് സംസാരിക്കുകയും അന്നേരം അവിടെയും തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നത്. അവിടുന്ന് കേട്ട സംസാരത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞത്. ചോദിച്ചത്, സ്വാമി വരാമെന്ന് പറഞ്ഞിട്ട് എന്താ വന്നില്ലല്ലോ. അങ്ങനെ അവിടുത്തെ പിള്ളേർക്ക് എന്തോ +2 അങ്ങോട്ട് പഠിക്കുന്ന പിള്ളേർ, അതിന് നല്ല മാർക്ക് കിട്ടി. അത് സന്യാസി പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ പിള്ളേർക്ക് നല്ല മാർക്ക് കിട്ടും. അങ്ങനെയൊക്കെ ഈ സംസാരത്തിൽ നിന്ന് ഞാൻ കേട്ടായിരുന്നു. അതിന് അത്ര സംഭവങ്ങൾ നടന്നു. പിന്നെ കുറച്ച് എന്നെ അവിടെ പരിചയപ്പെടുത്തി ആശ്രമത്തിൽ മറ്റ് സന്യാസിമാർക്ക്. എൻ്റെ നമ്മുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വലിയ ലോഹ്യമായി. അങ്ങനെ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കാരണം ഇദ്ദേഹത്തിന് നമ്മൾ ഈ പേരും കാര്യങ്ങളും ചോദിക്കുമ്പോൾ പറയുന്നില്ല. അന്നേരം ഇദ്ദേഹം എന്നോട് മാത്രമേ ഉള്ളൂ കുറച്ച് സൗമ്യമായിട്ടൊക്കെ പെരുമാറിയത്. അദ്ദേഹം കേരളത്തിൽ ഒരാശ്രമത്തിൽ താമസിച്ചാരും പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് ലാംഗ്വേജ് സംസ്കൃതം, തമിഴ്, അതുപോലെ തന്നെ നമ്മുടെ മലയാളം ഇതൊക്കെ നല്ല പാണ്ഡിത്യമുള്ള രീതിയിൽ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. അന്നേരം ഇദ്ദേഹം തമിഴ്നാട് ഭാഗത്തൊക്കെ ഒരുപാട് ആശ്രമങ്ങളിലൊക്കെ ജീവിച്ചായിട്ട് പറയുന്നു. അപ്പം ഇദ്ദേഹത്തിന്
ഞാൻ പല രീതിയിലും അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ. അദ്ദേഹം വൈകിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ മദ്യപിച്ചിട്ടൊക്കെയാണ് വരുന്നത് ഈ സന്യാസി. അതിന് പറയുന്ന ഒരു പൂജ ഉണ്ടായിരുന്നു, ആ പൂജയ്ക്ക് പോയ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് മദ്യപിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അതിന് കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കുക, ഇങ്ങനെ ശ്ലോകങ്ങൾ, സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ ചൊല്ലും. അതുപോലെ തമിഴൊക്കെ നല്ല ഫ്ലുവൻ്റായിട്ടാണ് പറയുന്നത് ഈ ശ്ലോകങ്ങളൊക്കെ. അതുപോലെ മലയാളമാണെങ്കിൽ മലയാളത്തിൻ്റെ ഒരുപാട് ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്. നല്ല പാണ്ഡിത്യമുള്ള ആളോട്ട് തന്നെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. നമുക്ക് തന്നെ അദ്ദേഹത്തോടൊരു ആദരവ് തോന്നും. അത്രയും നല്ല രീതിയിലാണ് അത് ഇതൊക്കെ കൈകാര്യം. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ പോകുന്ന വഴിക്കല്ല എൻ്റെ കൂടെ വരും. ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ മലയാളികളുടെ വീടുകളിൽ പോകും, അവരോട്ടൊക്കെ സംസാരിക്കും, അവിടെ നിന്നൊക്കെ ആഹാരം കഴിക്കും. അങ്ങനെ ഒരു മാസക്കാലത്തോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇദ്ദേഹം ആദ്യമൊക്കെ ചെറിയ ദേഷ്യപ്പെടുന്ന സ്വഭാവം പ്രധാനമായിട്ട് കാണുന്നത്. ആരെയും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് അദ്ദേഹം സമ്മതിക്കത്തില്ല. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അറബി പറയാറുണ്ട്. അതിനെ ഞാൻ ചോദിച്ചായിരുന്നു എങ്ങനെ അറബി പഠിച്ചതെന്ന്. അതിനും പറഞ്ഞ് ഗൾഫിലായിരുന്നു. അതിനും എൻ്റെ ഏതൊരു വണ്ടി അപകടത്തിൽ പുള്ളിയുടെ ഫാമിലിയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ആ നിരാശയിൽ ഇങ്ങനെ സന്യാസിയായിട്ട് നടക്കാമെന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഒരു മാസം ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തു. എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളല്ല. കുറച്ച് നാൾ ഇവിടെ താമസിക്കും, എന്നിട്ട് അവിടുന്ന് പിന്നെയും പോകും. ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്ന ആളാണ്. എല്ലാ ദിവസവും എൻ്റെ അടുത്ത് പറയും, ഇവിടുത്തെ താമസം ശരിയാകുന്നില്ല, ഇവിടുത്തെ സന്യാസിമാരൊന്നും ശരിയല്ല, ഇവർ ഈ പത്രവും ടി വിയൊക്കെ വായിക്കുന്നു, സന്യാസി ആയി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഇതിനെയൊക്കെ ഈ പത്രം വായിക്കുന്നതിന് ടി വി കാണുന്നതിനൊക്കെ പുള്ളി എതിർക്കുന്നത്. ഇതെല്ലാം സന്യാസവുമായിട്ട് കണക്ട് ചെയ്താൽ പുള്ളി സംസാരിക്കുന്നത്. കാരണം അങ്ങനെ കുറേ അങ്ങനെ എല്ലാ ദിവസവും നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കാണാറുണ്ട്. അങ്ങനെ ഒരു ദിവസം പുള്ളി ഒരു 9-10 മണിയൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂർ വരെ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം, ഒരു ബാഗ് തരണം, അതിന് ഞാൻ ഒരാഴ്ച തിരിച്ചു വരും, ഞാൻ എല്ലാ സാധനവും കൊണ്ടുപോകുന്നില്ല, അത്യാവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നുള്ളൂ. അങ്ങനെ ഞാൻ ബാഗും കൊടുത്തു. അദ്ദേഹം പോവുകയും ചെയ്തു. പിന്നെ വൈകിട്ട് ആശ്രമം ചെയ്തപ്പം പറഞ്ഞ ഈ സന്യാസി പോയ കാര്യം അവിടുത്തെ മറ്റ് സന്യാസിമാർ പറയുകയും ചെയ്തു. അവിടുത്തെ പുള്ളിയുടെ ബാഗ് അവിടെ വെച്ചിട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളി ഒരു മാസമായിട്ടും കണ്ടില്ല. പക്ഷേ പുള്ളി ബാംഗ്ലൂർ സൈഡിലോട്ടല്ല പോയത്, ഈ രാജസ്ഥാൻ ഭാഗത്തോട്ടാണ് പോയതെന്നുള്ള വിവരം എനിക്ക് അവിടെ വേറെ മലയാളികൾ വഴി കിട്ടിയാണ്. സന്യാസിമാരില്ല, അതിന് അവർക്ക് അങ്ങനെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇവരിങ്ങനെ പോകും എന്ന് നമ്മൾ കരുതി. നമുക്ക് അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അതിന് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഒരു 80 കിലോമീറ്റർ ദൂരെ നമ്മളൊരു സുഹൃത്തിൻ്റെ അടുത്ത് നമ്മൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, റോഡ് സൈഡ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈക്കിൻ്റെ പറയിൽ ഇദ്ദേഹം പോകും. പെട്ടെന്ന് എൻ്റെ മുഖത്തോട്ടാണ് പുള്ളി നോക്കിയത്. മുഖത്തോട് നോക്കിയപ്പോൾ പുള്ളി ഞാൻ കണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ചു, പെട്ടെന്ന് പുള്ളി മോൻ വെട്ടിച്ചു. അന്നേരം ഞാൻ ശ്രദ്ധിക്കുന്നു, മോൻ വെട്ടിച്ച് കണ്ടപ്പോൾ ശ്രദ്ധിച്ചു. അതിന് ഇവിടെ ധരിച്ചിരുന്ന ഡ്രസ്സല്ല, ഇവിടെ കാഷായ വസ്ത്രം ധരിച്ചിരുന്നെങ്കിൽ അവിടെ വെള്ള വസ്ത്രം. അതിന് പക്ഷേ ഇത് മാറ്റിയിട്ടുണ്ട്, വസ്ത്രത്തിൻ്റെ രീതി മാറ്റിയിട്ടുണ്ട്. ഞാൻ കൊടുത്ത ബാഗ് പുള്ളിയുടെ തോളിൽ കിടപ്പുണ്ട്. ഞാൻ വിചാരിക്കുകയും ചെയ്തു, നമ്മളൊക്കെ ഇത്രയും സൗഹൃദമായിട്ടൊക്കെ ഇരുന്നിട്ട് എന്താ ഇങ്ങനെ കാണിക്കുന്നത്, വേറെ മറ്റു ഇഷ്യൂസ് ഒന്നുമില്ല, എന്തെങ്കിലും സാധ്യതയായിട്ടുള്ള ഇടപാടുകളിലൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇനി ആശ്രമത്തിലോട്ട് വല്ലതും പോയതായിരിക്കും. അങ്ങനെ ആശ്രമത്തിൽ വന്ന് തിരക്കിയപ്പോൾ അവിടെയും വന്നിട്ടില്ല. അന്നേരം അവിടെ പുള്ളിയുടെ ബാഗ് ഇരിപ്പുണ്ട്. അന്നേരം ബാഗ് നമ്മളൊന്ന് അവിടെ സന്യാസിമാരോട് സംസാരിച്ചപ്പം അവർ പറയും, ഒരു ആശ്രമത്തിൽ കുറേ നിയമങ്ങളുണ്ട്, ഒരാൾ വെച്ചിട്ട് പോയ സാധനങ്ങൾ അങ്ങനെ പരിശോധിക്കുന്ന ഒരു രീതിയില്ല. അന്നേരം അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ അന്നേരം പിന്നെ അങ്ങനെ പോയി. പിന്നെ അതിനെക്കുറിച്ച് പുള്ളിയെക്കുറിച്ച് വിവരമൊന്നുമില്ല. പിന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് അന്ന് ഈ സുകുമാരക്കുറുപ്പിനെ ഇവിടെ കണ്ടെന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ ഒരു വാർത്ത വന്നത്. അന്നേരമാണ് പെട്ടെന്ന് അന്നേരം നമ്മുടെ പത്രത്തിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ സുകുമാരക്കുറുപ്പിൻ്റെ ഫോട്ടോ, ഈ പോലീസ് പുറത്ത് വിടുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ലുക്കൗട്ട് നോട്ടീസ്, അതിങ്ങനെ പത്രത്തിൽ കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ കണ്ട ആളുടെ ഒരു ഷേപ്പ്, ആ ഫോട്ടോയിൽ നമുക്ക് കിട്ടി. അതിനും അദ്ദേഹം തന്നെയാണെന്നുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് ബോധ്യപ്പെട്ടു. അത് അത്ര സാമ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ തിരിച്ചു പോയപ്പോൾ എനിക്ക് മാത്രം തോന്നിയാണോ ഞാൻ ഇത് അന്നേരം ഒന്നും പോലീസിനെ അടിച്ചില്ല. ഞാൻ തിരിച്ച് അവിടെ ജോലി സ്ഥലത്ത് പോയപ്പോൾ അവിടെ ആശ്രമത്തിലുള്ള സന്യാസിമാരെ കാണിച്ചു. അതിന് അവരോടൊന്നും പറഞ്ഞില്ല, കാര്യമൊന്നും പറഞ്ഞില്ല. പേപ്പർ ഇങ്ങനെ കാണിച്ച് ഇയാളിനെ പരിചയമുണ്ടോ, ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ മലയാളി സന്യാസിയാണല്ലോ, പുള്ളിയുടെ ഫോട്ടോ അങ്ങനെ പേപ്പറിൽ വന്നേ. ഞാൻ കാര്യമൊക്കെ പറഞ്ഞു മനസ്സിലായി. അതിന് അവരും പറഞ്ഞു അവർക്ക് സംശയം ഉണ്ടായിരുന്നു, അവിടുത്തെ ടി വിയൊക്കെ പുള്ളി കേടാക്കി വയ്ക്കുന്നതായിട്ടും അവിടെ പത്രമൊക്കെ വായിക്കുന്ന പുള്ളി എതിർക്കുന്നതായിട്ടും അങ്ങനെ അവർക്കും സംശയമുണ്ട്. അതായത് പുള്ളി ഒരു സന്യാസി, പുള്ളി രീതിയൊന്നും ആയിരുന്നില്ല, ഒരുപാട് വിഷയമുള്ള ഒരാളായിട്ടാണ് അവർ പറഞ്ഞത്.